നമസ്കാരം. ഓൺ എയർ മീഡിയയിലേക്ക് സ്വാഗതം. സംസ്ഥാന സ്കൂൾ കലോത്സവം ജനുവരി ആദ്യവാരം തിരുവനന്തപുരത്ത്. സംസ്ഥാന സ്കൂൾ കലോത്സവം 2025 ജനുവരി ആദ്യവാരം തിരുവനന്തപുരത്ത് നടത്തുമെന്ന് പൊതുവിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. നേരത്തെ ഡിസംബർ 3 മുതൽ 7 വരെ നടത്താനായിരുന്നു തീരുമാനിച്ചിരുന്നത്. നാഷണൽ അച്ചീവ്മെന്റ് എക്സാം ഡിസംബർ 4 നടക്കുന്ന സാഹചര്യത്തിലാണ് തീയതി മാറ്റിയത്. ഇതനുസരിച്ച് സ്കൂൾ, ഉപജില്ല, ജില്ലാതല മത്സരങ്ങളും മാറ്റും. സ്കൂൾ തല മത്സരങ്ങൾ ഒക്ടോബർ 15-നകവും ഉപജില്ലാതല മത്സരങ്ങൾ നവംബർ 10-നകവും ജില്ലാതല മത്സരങ്ങൾ ഡിസംബർ 3-നകവും പൂർത്തിയാക്കും. സ്കൂൾ ക്യാമ്പസുകൾ മാലിന്യമുക്തമാക്കാനുള്ള പ്രവർത്തനങ്ങൾ നടന്നുവരികയാണ്. ഇതിനായി പ്രോട്ടോകോൾ തയ്യാറാക്കിയിട്ടുണ്ടെന്ന് മന്ത്രി പറഞ്ഞു. നവംബർ 1-ഓടെ 50% സ്കൂളുകളെയും ഡിസംബർ 31-ഓടെ 100% സ്കൂളുകളെയും ഹരിത വിദ്യാലയങ്ങളായി പ്രഖ്യാപിക്കും. മുഖ്യമന്ത്രിയുടെ ലഹരി വിരുദ്ധ സന്ദേശം നവംബർ 1-ന് കുട്ടികളിലൂടെ വീടുകളിലെത്തിക്കും. ലഹരിമുക്ത ക്യാമ്പസാണ് ലക്ഷ്യമിടുന്നതെന്ന് മന്ത്രി പറഞ്ഞു. 100 ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായി വിദ്യാഭ്യാസ വകുപ്പിൽ 33-ഉം തൊഴിൽ വകുപ്പിൽ 8-ഉം പ്രധാന പദ്ധതികൾ നടപ്പാക്കുമെന്നും മന്ത്രി അറിയിച്ചു. 5 ഭാഷകൾക്ക് കൂടി ശ്രേഷ്ഠ ഭാഷാ പദവി നൽകാൻ അംഗീകാരം നൽകി കേന്ദ്ര സർക്കാർ. മറാത്തി, ബംഗാളി, പാലി, പ്രാകൃത്, അസമീസ് എന്നീ 5 ഭാഷകൾക്കാണ് പുതുതായി ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിക്കുക. ഇതോടെ ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിക്കുന്ന ഭാഷകളുടെ എണ്ണം 6-ൽ നിന്ന് 11-ആയി ഉയരും. തമിഴ്, സംസ്കൃതം, തെലുങ്ക്, കന്നഡ, മലയാളം, ഒഡിയ എന്നീ ഭാഷകൾക്കായിരുന്നു നേരത്തെ ഈ പദവി ലഭിച്ചിരുന്നത്. മലപ്പുറം ജില്ലയെ സ്വർണ്ണക്കള്ളക്കടത്ത്, ഹവാല, ദേശീയ വിരുദ്ധ പ്രവർത്തനങ്ങളുടെ കേന്ദ്രമായി ആരോപിച്ച് മുഖ്യമന്ത്രി നടത്തിയ അഭിമുഖത്തിന് പിന്നിൽ ഗൂഢാലോചനയെന്ന് വിവരം. മലപ്പുറത്തെ മാത്രമല്ല മലബാർ മേഖലയെ ആകെ ദേശവിരുദ്ധ മുദ്രകുത്താനുള്ള മാസങ്ങൾ നീണ്ട പദ്ധതിയാണിതെന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത്. ഡൽഹിയിലെ പരസ്യ ഏജൻസിയായ കൈസൻ ഇതിനുവേണ്ടി മാസങ്ങളായി വിവിധ മാധ്യമങ്ങളെ സമീപിച്ചതിന്റെ തെളിവുകളും പുറത്തു വന്നിട്ടുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയനെ സംരക്ഷിക്കാനെന്ന വ്യാജേന കൈസൻ ദേശീയ മാധ്യമങ്ങൾക്ക് നൽകിയ വാർത്താക്കുറിപ്പുകളാണ് അതിദൂര ഇടപെടലുകളാണെന്ന് സംശയം വർദ്ധിപ്പിച്ചത്. PV അൻവറിന്റെ വിവാദങ്ങൾക്കിടെയാണ് PR ഏജൻസിയുടെ വാർത്താക്കുറിപ്പുകളെങ്കിലും അതിനു മുമ്പ് തന്നെ പദ്ധതിക്ക് തുടക്കമിട്ടിട്ടുണ്ട്. കഴിഞ്ഞ 1 മാസക്കാലമായി നിരവധി വാർത്താക്കുറിപ്പുകളാണ് കൈസൻ വിവിധ ദേശീയ മാധ്യമങ്ങൾക്ക് അയച്ചിട്ടുള്ളത്. ആദ്യഘട്ടത്തിൽ മോദി സംഘപരിവാര അനുകൂല മാധ്യമങ്ങൾക്കാണ് നൽകിയിരുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയന് വേണ്ടി തന്നെയാണ് പരസ്യ ഏജൻസി മാസങ്ങളായി പദ്ധതി തയ്യാറാക്കിയതെന്ന സംശയം ബലപ്പെടുകയാണ്. മുഖ്യമന്ത്രിയുടെ കുരുക്കുമുറുകി. മലപ്പുറം കേന്ദ്രീകരിച്ച് വൻ സ്വർണ്ണക്കള്ളക്കടത്തും ഹവാല ഇടപാടുകളും നടക്കുന്നുണ്ടെന്നും ഇത്തരത്തിൽ ലഭിക്കുന്ന പണത്തിന്റെ വലിയൊരു ഭാഗം നിരോധിത സംഘടനകളുടെ പ്രവർത്തനത്തിനും സർക്കാർ വിരുദ്ധ നീക്കങ്ങൾക്കും വേണ്ടി വിനിയോഗിക്കുന്നുവെന്നുമാണ് മാധ്യമങ്ങൾക്ക് നൽകിയ വാർത്താക്കുറിപ്പിൽ പറയുന്നത്. ഇതിനുവേണ്ടി കേരളവും UAEയും കേന്ദ്രീകരിച്ച് വൻ മാഫിയകൾ പ്രവർത്തിക്കുന്നുണ്ടെന്ന അതിഗുരുതര ഉള്ളടക്കങ്ങളും വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കുന്നുണ്ട്. മുഖ്യമന്ത്രിക്ക് വേണ്ടിയെന്ന വ്യാജേന അദ്ദേഹം ഇതുവരെ പറയാത്ത കാര്യങ്ങൾ ഉൾക്കൊള്ളുന്ന കുറിപ്പുകളാണ് നൽകിയിരുന്നത്. മുഖ്യമന്ത്രിയെയും കുടുംബത്തെയും സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെടുത്താൻ ഗൂഢനീക്കം നടക്കുന്നുണ്ടെന്നും ഇതിനുവേണ്ടി കേന്ദ്ര ഏജൻസികൾ അന്വേഷണവുമായി എത്തുന്നുണ്ടെന്ന സൂചനകളാണ് വാർത്താക്കുറിപ്പുകളിൽ നൽകുന്ന സൂചന. അതേസമയം ഇത്തരം ഇടപാടുകളെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന സർക്കാരിനെ ദുർബലപ്പെടുത്താനാണ് ശ്രമമെന്നും കുറിപ്പിൽ പറയുന്നുണ്ട്. നേരത്തെ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി പ്രതികരണം നടത്തിയതിലൊന്നും ഉന്നയിക്കാത്ത വാദങ്ങളാണ് ഉപയോഗിച്ചത്. സെപ്റ്റംബർ 21-ന് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി കരിപ്പൂർ വിമാനത്താവളം വഴി വരുന്ന സ്വർണത്തിന്റെയും ഹവാല പണത്തിന്റെയും കണക്കുകൾ പറഞ്ഞിരുന്നു. എന്നാൽ വാർത്താക്കുറിപ്പുകളിൽ കരിപ്പൂർ എന്നല്ല മലപ്പുറം എന്നാണ് രേഖപ്പെടുത്തിയത്. ഇതിൽ നിന്ന് തന്നെ മലപ്പുറം ജില്ലയെ ലക്ഷ്യമിട്ടാണ് നീക്കമെന്ന് വ്യക്തമാണ്. കാലങ്ങളായി സംഘപരിവാരം ഉയർത്തുന്ന വ്യാജവാദങ്ങൾ CPM മുഖ്യമന്ത്രി സ്ഥിരീകരിക്കുന്ന വിധത്തിലാണ് ഇടപെടലുകൾ. CPM മുൻ MLA-യുടെ മകൻ സുബ്രഹ്മണ്യനാണ് കൈസൻ എന്ന PR സ്ഥാപനവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുടെ കുറിപ്പുകൾ നൽകിയത്. താമരശ്ശേരി ചുരത്തിൽ വരും ദിവസങ്ങളിൽ ഗതാഗത നിയന്ത്രണം. ഭാരവാഹനങ്ങൾക്കാണ് നിയന്ത്രണം. ചുരത്തിൽ അറ്റകുറ്റപ്പണികൾ നടക്കുന്നതിനാലാണ് നിയന്ത്രണം ഏർപ്പെടുത്തുന്നത്. ഈ മാസം 7 മുതൽ 11 വരെയാണ് ഭാരവാഹനങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തുന്നത്. ദേശീയപാത 755-ന്റെ ഭാഗമായ കോഴിക്കോട് കൊല്ലങ്ങൽ റോഡിലാണ് അറ്റകുറ്റപ്പണി. ഇതിന്റെ ഭാഗമായി ചുരത്തിലെ 2, 4 വളവുകളിൽ താഴ്ന്നുപോയ ഇന്റർലോക്ക് കട്ടകൾ ഉയർത്തുന്ന പ്രവൃത്തികൾ നടക്കും. 6, 7, 8 വളവുകളിലെ കുഴി അടയ്ക്കലും ഈ ദിവസങ്ങളിൽ നടക്കും. 7 മുതൽ 11 വരെയുള്ള ദിവസങ്ങളിൽ പകൽ സമയത്തായിരിക്കും നിയന്ത്രണമെന്ന് ദേശീയപാതാ വിഭാഗം. 7 മുതൽ 11 വരെയുള്ള ദിവസങ്ങളിൽ പകൽ സമയത്തായിരിക്കും നിയന്ത്രണമെന്ന് ദേശീയപാതാ വിഭാഗം അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ വ്യക്തമാക്കി. വയനാട് മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ മരണപ്പെട്ടവർക്ക് സഭയിൽ അനുശോചനം രേഖപ്പെടുത്തി മുഖ്യമന്ത്രി പിണറായി വിജയൻ. വയനാട്ടിൽ 1200 കോടി രൂപയുടെ നഷ്ടമുണ്ടായെന്ന് മുഖ്യമന്ത്രി സഭയിൽ പറഞ്ഞു. ദുരന്തത്തിൽ 231 ജീവനുകൾ നഷ്ടപ്പെട്ടു. 47 വ്യക്തികളെ കാണാതായി. 145 വീടുകൾ പൂർണ്ണമായും 170 വീടുകൾ ഭാഗികമായും തകർന്നു.
240 വീടുകൾ വാസയോഗ്യമല്ലാതായി. കോഴിക്കോട് വിലങ്ങാട് ഉരുൾപൊട്ടലിൽ 217 കോടിയുടെ നഷ്ടമുണ്ടായി. ഉരുൾപൊട്ടൽ അതിജീവിതർക്കായി സുരക്ഷിതമായ ടൗൺഷിപ്പ് നിർമ്മിക്കാനുള്ള പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണെന്ന് മുഖ്യമന്ത്രി സഭയിൽ അറിയിച്ചു. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്ന് രാവിലെ 8 മണിക്ക് മസ്കറ്റിലേക്ക് പുറപ്പെടേണ്ടിയിരുന്ന എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനത്തിൽ പുക കണ്ടെത്തിയതിനെ തുടർന്ന് യാത്രക്കാരെ പുറത്തിറക്കി. പുറപ്പെടാൻ തുടങ്ങുന്നതിന് തൊട്ടു മുൻപാണ് വിമാനത്തിൽ പുകയും ദുർഗന്ധവും അനുഭവപ്പെട്ടത്. യാത്രക്കാർ ബഹളം വെച്ചതോടെയാണ് സംഭവം ശ്രദ്ധയിൽപ്പെട്ടത്. വിമാനം റൺവേയിൽ എത്തിയപ്പോഴായിരുന്നു സംഭവം. 142 യാത്രക്കാരും സുരക്ഷിതരാണെന്ന് അധികൃതർ വ്യക്തമാക്കി. ഫോൺ വഴിയുള്ള തട്ടിപ്പിലൂടെ പണം നഷ്ടമാകുന്നവരുടെ എണ്ണം ദിവസേന കൂടിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ അത്തരമൊരു കോൾ ഒരമ്മയുടെ ജീവൻ എടുത്തിരിക്കുന്നു. മകളെക്കുറിച്ച് വന്ന കോൾ കേട്ട് പരിഭ്രാന്തിയായ അധ്യാപികയാണ് ഹൃദയാഘാതം മൂലം മരണപ്പെട്ടത്. ആഗ്രയിലെ സർക്കാർ സ്കൂളിൽ അധ്യാപികയായ മാലതി വർമ്മയ്ക്ക് വാട്സാപ്പിൽ ഒരു കോൾ വന്നു. പോലീസുകാരൻ എന്ന് പറഞ്ഞായിരുന്നു വിളി വന്നത്. കോളേജിൽ പഠിക്കുന്ന മകൾ സെക്സ് റാക്കറ്റിന്റെ ഭാഗമാണെന്നും റെയ്ഡിൽ പിടികൂടിയെന്നുമാണ് വിളിച്ചയാൾ പറഞ്ഞത്. താൻ പറയുന്ന അക്കൗണ്ടിലേക്ക് 1 ലക്ഷം രൂപ ഇട്ടാൽ മകൾ സുരക്ഷിതയായി വീട്ടിലെത്തുമെന്നാണ് വിളിച്ചയാൾ പറഞ്ഞത്. സംഭവം കേസാകാതിരിക്കാനും ഫോട്ടോകൾ സോഷ്യൽ മീഡിയയിൽ എത്താതിരിക്കാനും മകൾ സെക്സ് റാക്കറ്റിന്റെ പിടിയിലായ കാര്യം പുറത്തറിയാതിരിക്കാനുമാണ് പണം നിക്ഷേപിക്കാൻ പറയുന്നതെന്നും വിളിച്ചയാൾ പറഞ്ഞു. പരിഭ്രാന്തയായ അധ്യാപിക മകൻ ദീപാൻശുവിനെ വിളിച്ചു. വിളിച്ചയാളുടെ നമ്പർ അയച്ചു തരാൻ മകൻ അമ്മയോട് പറഞ്ഞു. +92 തുടങ്ങുന്ന നമ്പർ കണ്ടപ്പോഴേ ഇത് തട്ടിപ്പ് കോളാണെന്ന് മനസ്സിലാക്കിയ ദീപാൻശു സഹോദരി പഠിക്കുന്ന കോളേജിൽ വിളിച്ച് അവൾ സുരക്ഷിതയാണെന്ന് ഉറപ്പുവരുത്തി. തട്ടിപ്പ് കോളാണെന്നും മകൾ സുരക്ഷിതയാണെന്നും ആശ്വസിപ്പിച്ചിട്ടും അമ്മ കോൾ വന്നതിന്റെ ഷോക്കിലായിരുന്നുവെന്ന് ദീപാൻശു പറയുന്നു. പിന്നാലെ ബോധരഹിതയായ അധ്യാപികയെ ആശുപത്രിയിൽ എത്തിക്കും മുൻപ് മരണം സംഭവിച്ചിരുന്നു. ദി ഹിന്ദു പത്രത്തിനും മുഖ്യമന്ത്രി പിണറായി വിജയനുമെതിരെ ഹൈക്കോടതി അഭിഭാഷകൻ ബൈജു നോയൽ പരാതി നൽകി. മതസ്പർദ്ധ വളർത്തുന്ന രീതിയിലുള്ള അഭിമുഖത്തിനെതിരെയാണ് പരാതി. എറണാകുളം സിറ്റി പോലീസ് കമ്മീഷണർക്കും CJM കോടതിയിലുമാണ് പരാതി നൽകിയിരിക്കുന്നത്. വിവാദത്തിൽ മുഖ്യമന്ത്രിയുടെ പ്രതികരണത്തെ പരിഹസിച്ച് രമേശ് ചെന്നിത്തല, അഭിമുഖം നടക്കുമ്പോൾ തന്റെ മുറിയിലേക്ക് ആരൊക്കെയോ കടന്നു വന്നു എന്നാണ് പിണറായി പറയുന്നത്. നട്ടാൽ കുരുക്കാത്ത നുണ പറഞ്ഞും സംഘപരിവാറിന് വിടിപണി ചെയ്തും ജനങ്ങൾക്ക് മുന്നിൽ ഇത്രയേറെ അപഹാസ്യനാകാതെ അന്തസ്സോടെ സ്ഥാനം രാജിവെച്ചിട്ട് ഇറങ്ങിപ്പോകുകയാണ് മുഖ്യമന്ത്രി ചെയ്യേണ്ടതെന്നും ചെന്നിത്തല പറഞ്ഞു. മാധ്യമങ്ങളുടെ ചോദ്യത്തിന് മുൻപിൽ പച്ചക്കള്ളം പറഞ്ഞ മുഖ്യമന്ത്രി അപഹാസ്യനായെന്ന് K സുരേന്ദ്രനും പറഞ്ഞു. ഒരു കള്ളം മറയ്ക്കാൻ 100 കള്ളം പറയുകയാണ് മുഖ്യമന്ത്രി. മാധ്യമപ്രവർത്തകയെ കൂടാതെ മറ്റൊരാൾ റൂമിലിരുന്നത് മുഖ്യമന്ത്രി അറിയാതെയാണെന്ന് പറഞ്ഞാൽ അത് അരിയാഹാരം കഴിക്കുന്നവർ വിശ്വസിക്കില്ല. മുഖ്യമന്ത്രി രാജിവെച്ച് ജനങ്ങളോട് നീതി പുലർത്തണമെന്നും K സുരേന്ദ്രൻ പറഞ്ഞു. AK ശശീന്ദ്രനെ മാറ്റി തോമസ് K തോമസിനെ ഉടൻ മന്ത്രിയായി നിയമിക്കില്ല. മുഖ്യമന്ത്രിയുമായുള്ള NCP നേതാക്കളുടെ കൂടിക്കാഴ്ചയിൽ തീരുമാനത്തിനായി കാത്തിരിക്കാനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഇതോടെ AK ശശീന്ദ്രൻ മന്ത്രിയായി തുടരും. കൂടിക്കാഴ്ചയിലെ തീരുമാനം സംസ്ഥാന നേതൃത്വം ദേശീയ നേതാക്കളെ അറിയിക്കും. പൊളിറ്റിക്കൽ സെക്രട്ടറി B ശശിയെയും ADGP MR അജിത് കുമാറിനെയും മുഖ്യമന്ത്രി പിണറായി വിജയന് ഭയമാണെന്ന് PV അൻവർ MLA. പാർട്ടിക്ക് മുഖ്യമന്ത്രിയെ പേടിയാണ്. ഒരു അഭിപ്രായം പറയാൻ നട്ടിലുള്ള കമ്മ്യൂണിസ്റ്റുകാരൻ പാർട്ടി നേതൃത്വത്തിൽ ഇല്ലാത്തതിന്റെ ദുരന്തമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇപ്പോൾ അനുഭവിക്കുന്നതെന്നും PV അൻവർ ആരോപിച്ചു. ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുന്നതിൽ മാധ്യമങ്ങൾക്ക് മുന്നറിയിപ്പുമായി ഹൈക്കോടതി. ഹേമ കമ്മിറ്റി മുൻപാകെ പരാതിക്കാരുടെ വെളിപ്പെടുത്തൽ എന്ന നിലയിൽ വാർത്തകൾ റിപ്പോർട്ട് ചെയ്യരുതെന്ന് ഹൈക്കോടതി നിർദ്ദേശം നൽകിയിരിക്കുന്നു. അത്തരം റിപ്പോർട്ടുകൾ നീതി നിർവഹണത്തെ തടസ്സപ്പെടുത്തുന്നതായി കണക്കാക്കുമെന്നാണ് മുന്നറിയിപ്പ്. സംസ്ഥാനത്ത് അടുത്ത 5 ദിവസം ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. ലക്ഷദ്വീപിന് സമീപം ചക്രവാത ചുഴി രൂപപ്പെട്ടിട്ടുണ്ട്. വടക്കൻ ബംഗാൾ ഉൾക്കടലിൽ ഇന്നത്തോടെ ന്യൂനമർദ്ദം രൂപപ്പെടാൻ സാധ്യതയുണ്ടെന്നും ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയുണ്ടാകുമെന്നുമാണ് കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം. ഹൈഡ്രോ കഞ്ചാവ് കേസിലെ പ്രധാന കണ്ണി നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ പിടിയിലായി. കാസർഗോഡ് ലൈറ്റ് ഹൌസ് ലൈനിൽ മെഹ്റൂഫിനെയാണ് ജില്ലാ പോലീസ് മേധാവി ഡോക്ടർ വൈഭവ് സക്സേനയുടെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തത്. ഓൺലൈൻ ആപ്പായ ഹൈബോക്സിലൂടെ വൻ പലിശ വാഗ്ദാനം ചെയ്ത് നിക്ഷേപ തട്ടിപ്പ് നടത്തിയെന്ന കേസിൽ ദില്ലി പോലീസ് ഒരാളെ അറസ്റ്റ് ചെയ്തു. തമിഴ്നാട് സ്വദേശിയായ 30-കാരൻ ശിവറാമാണ് അറസ്റ്റിലായത്. ആപ്പിനായി സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചാരണം നടത്തിയ 5 വ്ളോഗർമാർക്ക് ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ദില്ലി പോലീസ് നോട്ടീസ് നൽകി. കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് ടീം ക്യാപ്റ്റനും കോൺഗ്രസ് നേതാവുമായ മുഹമ്മദ് അസറുദ്ദീനെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചു. അസറുദ്ദീൻ ഹൈദരാബാദ് ക്രിക്കറ്റ് അസോസിയേഷൻ പ്രസിഡന്റ് ആയിരുന്ന കാലത്തെ സാമ്പത്തിക ക്രമക്കേടുമായി ബന്ധപ്പെട്ട കേസിലാണ് നടപടി. ലോകകപ്പ് കിരീടമെന്ന സ്വപ്നത്തിലേക്ക് ഇന്ത്യൻ വനിതകളുടെ പോരാട്ടങ്ങൾക്ക് ഇന്ന് തുടക്കം. വനിതാ T20 ലോകകപ്പിൽ ഇന്ത്യ ഇന്ന് ന്യൂസിലൻഡിനെ നേരിടും. ദുബായിൽ വൈകിട്ട് 7:30-ക്കാണ് കളി തുടങ്ങുക. സന്നാഹ മത്സരങ്ങളിൽ വെസ്റ്റ് ഇൻഡീസിനെയും ദക്ഷിണാഫ്രിക്കയെയും തോൽപ്പിച്ച മികവ് ന്യൂസിലൻഡിനെതിരെയും ആവർത്തിക്കാമെന്ന ആത്മവിശ്വാസത്തിലാണ് ഹർമൻപ്രീത് കൗറും സംഘവും.
ഓൾറൗണ്ടർ ശ്രേയങ്ക പാട്ടീലിന്റെയും വിക്കറ്റ് കീപ്പർ യസ്തിക ഭാട്ടിയയുടെയും ഫിറ്റ്നസിൽ മാത്രമാണ് ആശങ്ക. 2 ഗോളിന് മുന്നിൽ നിന്ന ഒഡീഷയ്ക്കെതിരായ മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് സമനില. അത്യന്തം ആവേശം നിറഞ്ഞു നിന്ന മത്സരത്തിൽ ഇരു ടീമും 2 ഗോൾ വീതം നേടി പിരിഞ്ഞു. ആദ്യ പകുതിയിലാണ് 4 ഗോളുകളും പിറന്നത്. ആദ്യ 21 മിനിറ്റിനിടെ 2 ഗോളിന് മുന്നിൽ നിന്ന ശേഷമാണ് ബ്ലാസ്റ്റേഴ്സ് 2 ഗോളുകൾക്ക് വഴങ്ങിയത്. ഇന്ത്യയിൽ മതസ്വാതന്ത്ര്യം കുറയുകയാണെന്ന് US സർക്കാരിന്റെ അന്താരാഷ്ട്ര മതസ്വാതന്ത്ര്യ കമ്മീഷൻ. സർക്കാർ ഉദ്യോഗസ്ഥരുടെ വിദ്വേഷം ഉൾപ്പെടെയുള്ള തെറ്റായ വിവരപ്രചരണങ്ങൾ മതന്യൂനപക്ഷങ്ങൾക്ക് നേരെയുള്ള ആക്രമണത്തിനിടയാക്കുന്നുവെന്നും ഇക്കാരണത്താൽ ഇന്ത്യയെ പ്രത്യേക ആശങ്കയുളവാക്കുന്ന രാജ്യമായി പ്രഖ്യാപിക്കണമെന്നും US വിദേശകാര്യ വകുപ്പിനോട് റിപ്പോർട്ട് ആവശ്യപ്പെടുന്നു. അതേസമയം US സർക്കാരിന്റെ അന്താരാഷ്ട്ര മത സ്വാതന്ത്ര്യ കമ്മീഷൻ പക്ഷപാതിത്വമുള്ളതും രാഷ്ട്രീയ അജണ്ടയോടെ പ്രവർത്തിക്കുന്നതുമായ സംഘടനയാണെന്ന് പറഞ്ഞ് റിപ്പോർട്ട് ഇന്ത്യ തള്ളിക്കളഞ്ഞു. മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ വിമർശനവുമായി ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. ദേശവിരുദ്ധർ ആരെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കണമെന്നും സർക്കാർ ഉത്തരവാദിത്തങ്ങളിൽ നിന്നും ഒഴിഞ്ഞു മാറുന്നുവെന്നും ഗവർണർ പറഞ്ഞു. ശ്രദ്ധയിൽപ്പെട്ട ദേശവിരുദ്ധ പ്രവർത്തനങ്ങളുടെ വിവരങ്ങൾ ഉടൻ അറിയിക്കണമെന്നും ഗവർണർ ആവശ്യപ്പെട്ടു. മുഖ്യമന്ത്രിയുടെ മലപ്പുറം പരാമർശത്തിലും ഗവർണർ വിശദീകരണം തേടി. തൃശൂർ പൂരം അലങ്കോലപ്പെടുത്തിയ സംഭവത്തിൽ നടപടി ആവശ്യപ്പെട്ടുള്ള ഹർജിയിൽ എതിർ സത്യവാങ്മൂലം സമർപ്പിക്കാൻ സർക്കാരിന് 3 ആഴ്ച സമയം നീട്ടി നൽകി കോടതി. അവസാന അവസരമെന്ന പരാമർശത്തോടെയാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് സമയം നീട്ടി നൽകിയത്. എതിർ സത്യവാങ്മൂലം സമർപ്പിക്കാൻ സർക്കാരിനൊപ്പം ദേവസ്വങ്ങൾക്കും കോടതി സമയം അനുവദിച്ചു. തൃശൂർ പൂരം കലങ്ങിയ സംഭവത്തിൽ മുഖ്യമന്ത്രി പ്രഖ്യാപിച്ച ത്രിതല അന്വേഷണത്തിന് പ്രതികരണവുമായി തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വങ്ങൾ. ആരാണ് തെറ്റ് ചെയ്തത് എന്നുള്ള ഗൂഢാലോചന കണ്ടെത്തി ജനങ്ങളെ അറിയിക്കണമെന്ന് പറഞ്ഞ തിരുവമ്പാടി ദേവസ്വം സെക്രട്ടറി കെ ഗിരീഷ് കുമാർ നാളെ പൂരം കാണാൻ എത്തുന്നവരുടെ പേരിലും കേസെടുക്കുമോ എന്നും ചോദിച്ചു. പാറമേക്കാവ് ദേവസ്വം സെക്രട്ടറി ജി രാജേഷ് അന്വേഷണം കൊണ്ട് ഒരു ഫലവും ഉണ്ടാവില്ലെന്നാണ് കരുതുന്നതെന്നും സത്യം പുറത്തുവരാൻ CBI അന്വേഷണം വേണമെന്നും ആവശ്യപ്പെട്ടു. നവകേരള യാത്രക്കിടയിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ വളഞ്ഞിട്ടു മർദ്ദിച്ച സംഭവത്തിൽ മുഖ്യമന്ത്രിയുടെ ഗൺമാൻമാരായ സന്ദീപിനും അനിൽകുമാറിനും ക്ലീൻ ചിറ്റ്. കേസ് അവസാനിപ്പിക്കാൻ ജില്ലാ ക്രൈംബ്രാഞ്ച് റഫറൻസ് റിപ്പോർട്ട് നൽകി. പരാതി വ്യാജമാണെന്നും മർദ്ദിച്ചതിന് തെളിവില്ലെന്നും ദൃശ്യങ്ങൾ ലഭിച്ചിട്ടില്ലെന്നുമുള്ള വാദമാണ് ക്രൈംബ്രാഞ്ച് കോടതിയിൽ ഉന്നയിച്ചിരിക്കുന്നത്. മുഖ്യമന്ത്രിക്ക് സുരക്ഷ ഒരുക്കുക മാത്രമാണ് ഉദ്യോഗസ്ഥർ ചെയ്തതെന്നും റിപ്പോർട്ടിൽ പറയുന്നു. CPM നേതാവ് MM ലോറൻസിന്റെ മൃതദേഹം ഒരാഴ്ച കൂടി കളമശ്ശേരി മെഡിക്കൽ കോളേജ് മോർച്ചറിയിൽ സൂക്ഷിക്കണമെന്ന് ഹൈക്കോടതി. മൂത്ത മകൻ ML സജീവനും മകൾ സുജാതയും എതിർ സത്യവാങ്മൂലം സമർപ്പിക്കാൻ സാവകാശം തേടി. ഇതോടെയാണ് മോർച്ചറിയിൽ സൂക്ഷിക്കണമെന്ന് നേരത്തെ ഉണ്ടായ ഇടക്കാല ഉത്തരവ് ഒരാഴ്ച കൂടി നീട്ടിയത്.